അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി കേൾക്കുന്ന കൂട്ടുകാരെ, 2 ദിവസമായാലല്ലേ കഥ ഇട്ടിട്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഖത്തറിൽ നിന്ന് നമ്മളൊരു സബീന താത്ത അവരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഉസ്താദിൻ്റെ കഥ ഒന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ചിലർക്ക് ചോദിക്കാൻ കഴിയണുണ്ടാവില്ല, മെസ്സേജ് അയക്കാനൊക്കെ അതുപോലെ വിളിക്കാനൊക്കെ അങ്ങനത്തെ ആളുകളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇന്നലെ എനിക്ക് വിടാൻ പറ്റിയില്ല. അതായത് എനിക്ക് നല്ല ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പും മഴയൊക്കെ ആയപ്പോഴേ പല്ലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ റൂട്ട് കനാൽ എന്തോ ചെയ്തപ്പോൾ ആകെ മൊത്തത്തിൽ ഭയങ്കര വേദന ആയിപ്പോയി. അങ്ങനെ വേദന ആയപ്പോൾ പിന്നെ എന്താട്ടി, പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യണം വിചാരിച്ചു. പിന്നെ മഴ ഇടി കാറ്റൊക്കെ ഇങ്ങനെ ആയപ്പോഴേ എനിക്ക് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് വിടും കേട്ടോ. എന്നാലും എനിക്ക് സന്തോഷം. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമ ചോദിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് വരട്ടെ. അപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് പറഞ്ഞയച്ച് മദ്രസയിൽ പറഞ്ഞയച്ചു. സഫമോള് മദ്രസ പോയി. അതുപോലെ ഓൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണ അങ്ങോട്ട് പോയി. രണ്ടാമത്തെ ഓള് ഒരു ചെറിയൊരു ക്ലാസ്സിന് ഇപ്പോൾ ജോയിൻ ആയിക്കണ്. അതിന് 11 മണിക്ക് പോകും. അപ്പോൾ അവളൊക്കെ ഒന്ന് പറഞ്ഞയച്ച് അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ കിച്ചണൊക്കെ പരന്ന് കിടക്കണം കണ്ട. അവലൊക്കെ പറഞ്ഞയച്ച തിരക്കിൻ്റെ ഇതാണ്. അതുപോലെ കണ്ട പാത്രങ്ങൾ കഴുകാണ്ട്, ചായയും കടിയൊക്കെ ഉണ്ടാക്കി. ചോറ് വേണ്ട കേട്ടോ. ചോറിന് ഉച്ചക്ക് എല്ലാവരും ഇങ്ങോട്ട് എത്തും. അതാണ് നമ്മളെ കിച്ചൺ ഇങ്ങനെ ആകെപ്പാടെ അലങ്കോലമായി കിടക്കണം. അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി ഒക്കെ വെക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ മെസ്സേജൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ നിങ്ങളോടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ടാണ് വിടാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. നമ്മളെ വിട്ടു പോകരുത്. നിങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥന നിങ്ങൾക്ക്, എൻ്റെ എല്ലാ സ്റ്റോറി കേൾക്കുന്നവർക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പിന്നെ ഇന്നലെ പല്ലുവേദന ആയിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഇടങ്ങാറായിപ്പോയി. എനിക്ക് അങ്ങോട്ട് കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ നമുക്കറിയാലോ പ്രസവവേദന പല്ലുവേദന ഒക്കെ പറഞ്ഞാലൊക്കെ. അപ്പോൾ പഠിച്ചവനെ മരണവേദന എങ്ങനെ ആയിരിക്കും അല്ലേ. ഇതൊക്കെ സഹിക്കാൻ നമുക്ക് കഴിയാത്ത രീതിയിൽ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഇതെന്താ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇൻഷാ അല്ലാഹ്. പണികളൊക്കെ മഴക്കാലം തുടങ്ങിയ പോലെ ആയിക്കും കേട്ടോ. അവിടെ കണ്ടില്ലേ റബ്ബർ തോട്ടം ഒക്കെ മൊത്തത്തിൽ നല്ല നനഞ്ഞ തണുപ്പാണ് ഇപ്പോൾ. ശരിക്കും മഴക്കാലം പോലെ തന്നെ ഉണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി വന്നിക്കണേ. നിങ്ങൾക്ക് ഈ കുട്ടീനെ കാണാത്ത പേര് പറയൂ. ഇത് നമ്മളെ അനിയൻ്റെ കുട്ടിയുണ്ട്. ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. പേര് നിഷ്വണ്. സഫമോൾ മദ്രസ പോയതാട്ടോ. അപ്പോൾ സഫമോൾ വന്നിക്കണോന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. വന്നിട്ടില്ല. സഫമോൾ ഇപ്പോൾ വരും കേട്ടോ. 9:30 ആയിട്ട് കളിക്കാനേ. ഓൾക്ക് എന്താ പറയുക, കളിക്കാനേ. സഫമോൾ ഇപ്പം കളിക്കാൻ വരണം. ഇപ്പോൾ വരും കേട്ടോ. നല്ല മോളായി മുടിയൊക്കെ കെട്ടി. ആരാ മുടി ഇട്ടിരുന്നത്? ഉമ്മച്ചിയോ? നല്ല രസമുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. നല്ല മോളാണ്. മുടിയൊക്കെ കെട്ടി ഇതാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ കേട്ടോ. ഞാൻ വൈകാതെ തപ്പം തന്നെ റെക്കോർഡ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ ഒന്നും ഇങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതിന് നിൽക്കട്ടെ. കാരണം ഇനിയിപ്പോൾ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. രാവിലത്തെ പരിപാടി കഴിഞ്ഞ അവസ്ഥയാണിത്. എന്തൊക്കെ തന്നെയാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ക്ലീൻ ചെയ്യട്ടെന്നൊക്കെ വിചാരിച്ച് നിന്നാണ്. അപ്പോഴാണ് ഇങ്ങനെ അവർ ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഉസ്താദിൻ്റെ, പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ കഥയുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അപ്പം നിങ്ങൾക്കൊക്കെ സുഖമല്ലേ, റാഹത്തല്ലേ? ഒരുപാട് ആളുകളുടെ എന്താ പറയുക പേരും സ്ഥലമൊക്കെ ഇങ്ങനെ എഴുതി വിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ടോ. ഓരോരുത്തർ ദൂരമുള്ളവരൊക്കെ നമ്മളെ സ്റ്റോറി കാണുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു സംഭവമാണ്. അപ്പോൾ ആകെ അച്ചൽക്ക് കിടക്കുക കേട്ടോ. ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഫുള്ള് അവിടെയും ഇവിടെയും അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ്. ഞെക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വേണട്ടെ നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങാൻ. അപ്പോൾ നമ്മളെ ഈ കിച്ചൺ എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ അപ്പുറത്ത് തോട്ടമാണ്, റബ്ബർ തോട്ടം. അപ്പോൾ നല്ലൊരു തണുപ്പും കാറ്റൊക്കെയാണ് അവിടെ ആകുമ്പോൾ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ജനൽ തുറന്നിടണം. എന്നാൽ എനിക്കൊരു സുഖമാണ്.
ഇവിടെ ഒരു ഉടുപ്പ് നിങ്ങൾ കണ്ടോ, ഇത് സഫമോളെ ചെറുപ്പത്തെ ഉടുപ്പാണ് കേട്ടോ. ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റ് കിട്ടൂലേ, അങ്ങനത്തെ ഒരു ഉടുപ്പാണിത്. ചെറിയ ഉടുപ്പാണ്, പക്ഷേ ഈ കുട്ടിക്ക് ഇപ്പോഴും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞിട്ട് ഓള് കഴുകി ഉണക്കി ഓളെ പാവക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉടുപ്പ്. അതാണ് ഇപ്പോൾ ഇത് ഇവിടെ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് തിരുമ്പാൻ വേണ്ടി വെച്ചത്, അലക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിട്ട് പോയതാണ്. അതാണ് സംഭവം. പിന്നെ ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കഥയുമായിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്നലെ എന്തായാലും വിടണം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞില്ല എനിക്ക്, പിന്നെ നമുക്കറിയാലോ അതിൻ്റെ ഒരു പ്രയാസം അല്ലേ, നിങ്ങൾക്ക് അറിയണമല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്നും കൂടി ഈ സ്റ്റോറി കേൾക്കണമല്ലൊക്കെ ഒന്ന് കമൻ്റ് ഇടിട്ടോ, നിങ്ങളെ വീടും സ്ഥലവും ഒക്കെ കുറേയൊക്കെ ആൾക്കാർ ഇട്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കണ്ടപ്പോൾ. പിന്നെ പരസ്പരം നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുക അല്ലേ. അപ്പോൾ ഞാനെന്നാൽ ഇത്തയോടൊന്നും ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് പഠിച്ചോ, നമുക്കിപ്പോൾ ഈ ദുനിയാവിൽ നമുക്കൊരു പക്ഷേ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കാണാനൊക്കെ ആഗ്രഹമുണ്ടല്ലോ, എല്ലാവരും കാണാനും ആഗ്രഹമാണ്. പക്ഷെ നടക്കൂല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ദുനിയാവിൽ വെച്ച് നമുക്ക് എല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഉമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നോ, എൻ്റെ ഉമ്മാൻ്റെ വീട് എന്ന് വെച്ചാൽ വയനാട്ടിലാണ്, കുറച്ച് ദൂരെയാണല്ലോ, അങ്ങനെ എപ്പോഴും പോലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ഉമ്മ പറയും, നമുക്ക് ഇവിടെ ദുനിയാവിൽ വെച്ച് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ആഖിറത്തുനിന്ന് വെച്ച് നമ്മളെ പഠിച്ചോ സ്വർഗത്തിലെല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. അങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഖിറത്തിൽ വെച്ച് അങ്ങനെ. അതുപോലെ നമ്മളെ കൂട്ടുകാരൊക്കെ കാണണം കേട്ടോ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച്, നാളെ അവിടെ വെച്ച് സന്തോഷത്തോടു കൂടി കാണാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് പ്രദാനം ചെയ്യട്ടെ. അതുമാത്രമല്ല നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും എനിക്ക് പ്രത്യേകം നന്ദി പറയാണ്ട്, എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് നമ്മളെ സ്റ്റോറി എന്നൊക്കെ അറിഞ്ഞു. പിന്നെ നല്ല കാര്യങ്ങൾ ആണ് കൂടുതൽ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല സ്റ്റോറി വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഉസ്താദിൻ്റെ സ്റ്റോറി അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ അതാണല്ലോ നമ്മളെ ആളുകൾ ഇഷ്ടപ്പെട്ടതും അല്ലേ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും അതുപോലത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ നല്ല സ്റ്റോറിയൊക്കെ പറയാനൊക്കെ ഉള്ള ഭാഗ്യം പഠിച്ചോനെ നൽകട്ടെ, നിങ്ങൾക്കത് കേൾക്കാനുള്ളതും. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അത്രയൊന്നും ഞാൻ പഠിക്കുക എന്ന് വെച്ചാൽ പഠിച്ചിട്ടൊന്നുമില്ല. അതായത് ഞാനിപ്പോൾ നമ്മൾ മദ്രസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ +1 +2 എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ +1 +2 ഞാനിങ്ങനെ ഇസ്ലാമിയ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ആ കോളേജിൻ്റെ കൂടെ തന്നെ അതിലൊരു ഇസ്ലാമിക വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് അത് പഠിച്ചത്. അങ്ങനെ അല്ലാതെ വേറൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നാക്കിയിട്ടൊന്നുമില്ല. അത്രയ്ക്ക് അറിവ് കുറച്ചേ ഉള്ളൂ കേട്ടോ. +2 വരെ ഞാൻ വിദ്യാഭ്യാസമുള്ളൂ, എനിക്ക് +2 വരെയാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് പഠിക്കുക ചെയ്യുക, ഡിഗ്രിയൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ വല്ലാതെ നമുക്ക് പിന്നെ മക്കളൊക്കെ ആയി, മക്കളെ കാര്യം നോക്കി മക്കൾ വലുതായി. ഇപ്പോൾ മാഷാ അല്ലാഹ് മോള് LLBക്ക് വക്കീലാവാൻ വേണ്ടി പഠിക്കുകയാണ്, മൂത്ത കുട്ടി. രണ്ടാമത്തെ +2, സഫമോള് 2, അങ്ങനെ 3 പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്വാലിഹായ ഭർത്താക്കന്മാർ അവർക്ക് ലഭിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം കേട്ടോ. കാരണം സ്വാലിഹായ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. പടച്ച റബ്ബ് കനിഞ്ഞരുളിയ ആളുകൾക്ക് എന്നൊക്കെ പറയുക. കാരണം ഒരുപാട് ഇടങ്ങാറാകുന്ന ആൾക്കാരുണ്ട്, മദ്യപിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും ഭാര്യനെയൊക്കെ വന്ന് തല്ലിയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പഠിച്ചവനെ കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ മക്കളൊക്കെ. ഈ മയക്കുമരുന്നിന് അതിന് തൊട്ടും മദ്യപാനം ഒക്കെ ഭയങ്കര ഇടങ്ങാറുള്ള സംഭവമാണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അപ്പം തന്നെ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കഥ റെക്കോർഡ് ചെയ്യും കേട്ടോ. കാരണം സഫമോൾ വരുമ്പോൾ 9:30 ആവും, അതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും ഒരിക്കൽ കൂടി.